ദൈവനാമം മുഹൂർത്തപ്പെടുമാറാകട്ടെ. കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടമാണല്ലോ. ഇന്ന് നമ്മൾക്ക് യോസേപ്പിനെ അടിമയായി വിറ്റതിനെക്കുറിച്ച് പഠിക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് നമുക്ക് ഒരു വാക്യം പഠിക്കാം. ഗലാത്യർ 6:7 വാക്യം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6 അധ്യായത്തിൻ്റെ 7 വാക്യം. വഞ്ചനപ്പെടാതിരിപ്പിൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. യാക്കോബും മക്കളും ആട്ടിടയന്മാരാണ്. യോസേപ്പിൻ്റെ സഹോദരന്മാർ ആടുകളെ മേയ്പ്പാനായിട്ട് ശേഖേമിൽ പോയി. യാക്കോബ് യോസേപ്പിനോട് പറഞ്ഞു, നീ നിൻ്റെ സഹോദരന്മാരുടെ അടുത്ത് ചെന്ന് ക്ഷേമം ഒക്കെ അന്വേഷിച്ച് ശേഖേം വരെ പോയി വരിക എന്ന് പറഞ്ഞു. അങ്ങനെ യാക്കോബ് ജ്യേഷ്ഠന്മാർക്ക് കൊടുക്കുവാനുള്ള ഭക്ഷണമൊക്കെ പ്രിപ്പയർ ചെയ്ത് യോസേപ്പിൻ്റെ കയ്യിൽ കൊടുത്തു. അവൻ അവരുടെ അടുക്കിലേക്ക് പോയി വരുവാനായിട്ട് പറഞ്ഞു. വളരെ സന്തോഷത്തോടുകൂടി യോസേപ്പ് പറഞ്ഞു, ഞാൻ ജ്യേഷ്ഠന്മാരുടെ അടുത്ത് പോയി വരാമെന്ന് വളരെ സന്തോഷത്തോടു കൂടി അവൻ അവിടെ നിന്ന് യാത്ര പുറപ്പെട്ട് ശേഖേമിലെത്തി. അപ്പോൾ ശേഖേമിൽ ചെന്നപ്പോൾ അവർ അവിടെ ഇല്ലായിരുന്നു. യോസേപ്പ് അന്വേഷിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു, അവർ ഇവിടെ ഇല്ല, നാം ദേദാനിലേക്ക് പോകുക എന്ന് പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ യോസേപ്പിന് വേണമെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് പോകാം, കാരണം അപ്പൻ പറഞ്ഞ സ്ഥലത്ത് വന്നതാണ്. അപ്പോൾ വേണമെങ്കിൽ അവന് തിരിച്ചു പോകാം. വീണ്ടും ഈ യാത്ര ചെയ്യുന്നത് അന്ന് അത്രയും കഷ്ടപ്പെട്ട യാത്രയാണ്. അപ്പോൾ അവന് വേണമെങ്കിൽ അവൻ്റെ ഭക്ഷണ സാധനങ്ങളുമായിട്ട് തിരിച്ച് അവന് വീട്ടിലേക്ക് പോകാമായിരുന്നു. എന്നാൽ അവനത് ചെയ്തില്ല. അവൻ ദേദാനിലേക്ക് പോയി അവിടെ ദൂരെ നിന്ന് തന്നെ അവൻ്റെ ജ്യേഷ്ഠന്മാർ അവനെ കണ്ടു. അപ്പോൾ സാധാരണ ചെയ്യേണ്ടത് അവർ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് തൻ്റെ യോസേപ്പിനെ അവരുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയും വിവരങ്ങൾ അന്വേഷിക്കുകയൊക്കെ ചെയ്യുകയാണ് വേണ്ടത്. കാരണം എന്നാന്ന് വെച്ചാൽ ബാക്കിയുള്ള അപ്പനെക്കുറിച്ചുള്ള വിവരം അറിയണം, വീട്ടിലെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അറിയണം, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ അറിയാനുണ്ട്. എന്നാൽ ഇതൊന്നുമല്ല ഈ ജ്യേഷ്ഠന്മാർ ചെയ്ത് എന്താണെന്ന് അറിയാമോ? ജ്യേഷ്ഠന്മാർ ഉടനെ തന്നെ പറയുകയാണ്, അതാ സ്വപ്നക്കാരൻ വരുന്നു, നാം അവനെ കൊന്ന് ഒരു കുഴിയിലിട്ട് കളയുകയും അവൻ്റെ സ്വപ്നം എന്താകുമെന്ന് നോക്കാം. കഴിഞ്ഞ ആഴ്ച നമ്മൾ സ്വപ്നത്തെക്കുറിച്ച് പഠിച്ചതാണ്. അപ്പോൾ സ്വപ്നത്തിൽ അപ്പനും അമ്മയും സഹോദരന്മാരും അവനെ കുമ്പിട്ട് നമസ്കരിക്കുന്നതായിട്ടുള്ള ഒരു സ്വപ്നമാണ് അവൻ കണ്ടത്. അപ്പോൾ ഇവർ പറയുകയാണ്, നമുക്ക് ഈ സ്വപ്നം എന്താകുമെന്ന് നോക്കാം. അപ്പോൾ രൂപേൻ ഉടനെ പറഞ്ഞു, ദൈവത്തിൻ്റെ വഴിയാണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. രൂപേൻ ഉടനെ പറഞ്ഞു, നാം എന്തിനാ അവൻ്റെ ജീവനെ വകവരുത്തരുത്, നമുക്ക് അവനെ ഒരു പൊട്ടക്കിണറ്റിലിടാം. അപ്പോൾ രൂപേൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അവനെ പിന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി, മറ്റുള്ളവരില്ലാതിരുന്ന സമയത്ത് രക്ഷപ്പെടുത്തി അവനെ തിരിച്ചയക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് രൂപേൻ അത് പറഞ്ഞത്. എന്നാൽ രൂപേന് മറ്റുള്ളവരുടെ മുമ്പിൽ അവന് സ്റ്റഡിയായിട്ട് നിന്ന്, അല്ല സഹോദരന്മാരെ, നിങ്ങളത് ചെയ്യരുതെന്ന് പറയാനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർ 10 പേർ കൂടി യോസേപ്പിനെ പൊട്ടക്കിണറ്റിലിട്ടു. അവൻ്റെ നിലയങ്കി അവർ ഊരിയെടുത്തു. എന്നിട്ട് അവർ ഭക്ഷിപ്പാനായിട്ടിരുന്നു. അങ്ങനെ അവർ ഭക്ഷിപ്പാനിരുന്ന് സന്തോഷിച്ചിരിക്കുമ്പോഴാണ് ഇസ്മായേലരുടെ ഒരു കൂട്ടം വരുന്നത് കണ്ടു. അപ്പോൾ യഹൂദ പറഞ്ഞു, നാം നമ്മുടെ സഹോദരനെ കൊന്ന് അവൻ്റെ രക്തം നമ്മുടെ മേൽ വരുത്തുന്ന എന്തിന്? നമ്മൾക്ക് അവനെ വിൽക്കാം എന്ന്, ഇസ്മായേലിയർക്ക് വിൽക്കാം എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ വഴിയാണ് അവിടെ. യോസേപ്പിനെ കൊല്ലുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ആ പൊട്ടക്കിണറ്റിൽ കിടന്ന് നശിക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അവന് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അവർ യോസേപ്പിനെ പൊട്ടക്കിണറ്റിൽ നിന്ന് കയറ്റി ഇസ്മായേലിയർക്ക് അവനെ 20 വെള്ളിക്കാശിന് വിറ്റു. അപ്പോൾ അവിടെ രൂപേനില്ലായിരുന്നു. രൂപേൻ വന്നപ്പോൾ കുഴിയുടെ അടുക്കൽ വന്ന് നോക്കിയപ്പോൾ യോസേപ്പിനെ കണ്ടില്ല. ഉടനെ രൂപേൻ തൻ്റെ വസ്ത്രം കീറി, അയ്യോ, ബാലനെ കാണുന്നില്ലല്ലോ, നാം ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ തമ്മിൽ ആലോചിച്ചു. അവരൊരു കോലാട്ടുകൊറ്റനെ കൊന്നു. യോസേപ്പിൻ്റെ നിലയെങ്കി അതിൻ്റെ രക്തത്തിൽ മുക്കി അത് യാക്കോബിൻ്റെ അടുക്കൽ കൊടുത്തു വിട്ടു. പണ്ട് യാക്കോബും ഒരു കോലാട്ടുകൊറ്റനെ കൊന്ന് അപ്പന് ഏശാവിനെ ചതിച്ചതാണ്. അതുപോലെ തന്നെ അന്ന് യാക്കോബ് തനിച്ചാണ് ഒരു കോലാട്ടുകൊറ്റനെ, യാക്കോബും റിബേക്കയും കൂടിയാണ്, 2 പേര് കൂടിയാണ് കോലാട്ടുകൊറ്റനെ കൊന്നതെങ്കിൽ ഇന്നിവിടെ 10 മക്കളും ചേർന്ന് കോലാട്ടുകൊറ്റനെ കൊല്ലുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അപ്പൻ്റെ അടുത്ത് കൊടുത്തു വിട്ടപ്പോൾ അപ്പൻ പറഞ്ഞു, ഇത് എൻ്റെ മകൻ്റെ വസ്ത്രം തന്നെയാണ്, ഒരു ദുഷ്ടമൃഗം അവനെ കൊന്നു. അങ്ങനെ യാക്കോബ് വസ്ത്രം കീറി മകനെക്കുറിച്ച് ദുഃഖിച്ചു കൊണ്ടേയിരുന്നു. ഇതിൽ നിന്ന്
അനേക ഗുണപാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്നാമതായിട്ട് പക്ഷപാതം ചെയ്യുവാൻ പാടില്ല. അത് മുഖാന്തരമായി കുടുംബങ്ങൾ തമ്മിൽ ജ്യേഷ്ഠനിയന്മാർ തമ്മിൽ ശത്രുക്കളായിട്ട് തീരും. രണ്ടാമതായി, യോസേപ്പിനെ കൊല്ലുവാൻ സഹോദരന്മാർ ആഗ്രഹിച്ചു, എന്നാൽ ദൈവം അവനെ രക്ഷിച്ചു. മൂന്നാമതായി, നമ്മുടെ ഭാവി ഇരിക്കുന്നത് മനുഷ്യരുടെ കയ്യിലല്ല, ദൈവത്തിൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് നമുക്ക് ഭയപ്പെടാതെ ജീവിക്കാം. നാലാമതായി, യാക്കോബ് അപ്പനെ ചതിച്ചു. യാക്കോബിൻ്റെ 10 മക്കൾ ഒന്നിച്ചു ചേർന്ന് യാക്കോബിനെ ചതിച്ചു. നാം വിതയ്ക്കുന്നത് തന്നെ കൊയ്യുമെന്നറിഞ്ഞ് നന്മ മാത്രം വിതയ്ക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഈ നല്ല ദിവസത്തിനായിട്ട് സ്തോത്രം. നിൻ്റെ മക്കളായ ഞങ്ങൾ വിശ്വസ്തയോടുകൂടിയും വിശുദ്ധിയോടുകൂടി ജീവിപ്പാൻ സഹായിക്കണം. ചതുവ് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകുവാൻ അനുവദിക്കാതെ വണ്ണം ഞങ്ങളെ സഹായിക്കണം. പരീക്ഷയിൽ ഞങ്ങളെ വിടുവിക്കണം. കർത്താവിൻ്റെ മക്കളായിട്ട് ജീവിപ്പാൻ ഇടയാക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. എല്ലാം യേശുകർത്താവിൻ്റെ നാമത്തിൽ താഴ്മയും വിനയമായിട്ട് അപേക്ഷിക്കുന്നു. ആമേൻ. കുഞ്ഞുങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കണിൽ കൈയമർത്തുമ്പോൾ ഓൾ എന്ന പ്രൊവിഷനിലും കൂടെ കൈയമർത്തിയാൽ ആൻറ്റി എപ്പോഴൊക്കെ വീഡിയോ ഇടുന്നു അപ്പോഴൊക്കെ നിങ്ങൾക്ക് കിട്ടുവാനിടയാക്കും. ഓക്കെ, മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ ബൈ.